ഞാനേ നാളെ കുഴിപ്പള്ളത്ത് പോവായിരിക്കും. പോവും. നീ മാത്രാണോ അല്ലെങ്കിൽ ഗൗരി ഉണ്ടോ? അത് പ്ലാനിൽ ഇല്ലായില്ല. അമ്മായി ഇല്ലേ അമ്മായി? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാളെ പോയിട്ട് വരാം. അവിടുന്ന് ആരെങ്കിലും വിളിച്ചിട്ട് പോവാണോ അല്ലെങ്കിൽ നിങ്ങക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് പോവാണോ? സിദ്ധുവിന്റെ അമ്മ വിളിച്ച് ചെല്ലാൻ പറഞ്ഞു. എന്താ അമ്മ ഇങ്ങനെ നോക്കണം? അമ്മ ആണെങ്കിൽ സിദ്ധുവിന്റെ അമ്മയെ വിളിച്ച് ചോദിക്കോ? എന്തിനാ വിളിച്ച് ചോദിക്കുന്നത്? നിന്റെ ഭർത്താവിന്റെ വീട്, നിനക്ക് എപ്പോ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും വരാം. പോയിട്ട് വാ. എവിടെ പോണവര്? കുഴിപ്പള്ളത്ത്. സിദ്ധുവിന്റെ അമ്മ വിളിച്ചായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചിലപ്പോ ഗൗരിയും പോവും. എന്നാ പിന്നെ ഞാനും വരുന്നു. കൊറേ നാളെ അവിടെ കണ്ടിട്ട് കാണണമെന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ നമ്മള് പോയാ അപ്പൊ തന്നെ പെട്ടെന്ന് തിരിച്ചു വരൂല കേട്ടോ. കുറച്ച് സ്ഥലത്തൊക്കെ കേറാനുണ്ട്, അവിടെയൊക്കെ കേറിയിട്ടേ വരത്തുള്ളൂ. അവിടെ ഞാനും കൂടെ വരാം. മാമൻ പോരെ? ലച്ചുവിന്റെ പദ്ധതിയൊക്കെ എന്തോ എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നില്ല. മാമൻ പോരെ? മാമൻ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അതെന്താ മാമൻ പോരെ? ഒരുമാതിരി താല്പര്യമില്ലാത്ത രീതിയിൽ. അയ്യോ, അങ്ങനെ ഉദ്ദേശം പറഞ്ഞൊന്നുമല്ല. മാമ വാ, എനിക്ക് വാശ്രീ അവിടുത്തെ അമ്മയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അവിടുത്തെ അമ്മ മാത്രമല്ല, എൻ്റെ അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. അമ്മ വിളിച്ചോ ചേച്ചി? എടാ തിരിച്ചു വിളിച്ചില്ല. പിന്നെ ഞാൻ കുറച്ചു പിന്നെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കി. എവിടെ എടുക്കണില്ല. ഞാനും വിളിച്ചായിരുന്നു. കണ്ടാണ് നമ്മൾ കാണാതിരിക്കും. അതിന് ചുമ്മാ പേടിപ്പിക്കും. മനഃപൂർവ്വം എടുക്കാത്തത്. നമ്മൾ വിളിച്ചോണ്ടിരിക്കട്ടെ വിചാരിക്കും. അച്ഛൻ പറയണ പോലെ അമ്മയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. നമ്മൾ പറയണതിന് എന്താണ് കുഴപ്പം? നമ്മളാര്? അമ്മൂമ്മ. അമ്മൂമ്മയല്ല, അമ്മ എന്നാലും നമ്മൾ ഉള്ളത്. അമ്മ കുമ്മ. നീ എന്തോടാ ഇപ്പൊ പറഞ്ഞേ? എടാ ദൈവമായിട്ടാടാ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ടല്ലേ ഇതെല്ലാം കേൾക്കാൻ പറ്റിയത്. നീ എന്തോ പറഞ്ഞേ? അമ്മ അഹങ്കാരി, തോന്നിയാസി, എടുത്തിയാട്ടക്കാരി, പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ? എന്തോട് നീ ചിരിക്കുന്നേ? അമ്മ ഞാൻ അങ്ങനെ നീട്ടിയൊന്നും പറഞ്ഞതല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളു അല്ലേ അമ്മ? നീ മിണ്ടരുത്. ഭവാനി മിണ്ടാതെ. അവൻ പടവലത്തെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് ഓരോ കാര്യം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. മോളെ ലച്ചു, ഗൗരി, എന്നാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച്? അതെ, ഞാൻ അവിടെ നിന്ന് വെളുപ്പിനെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇവളെ വിളിച്ചു. റെയിൽവേ സ്റ്റേഷൻ വരെ വരണേന്ന്. ഞാൻ ഒറ്റയ്ക്കല്ലേ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവൾ കറക്റ്റായിട്ട് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. റെയിൽവേ സ്റ്റേഷൻ വരെ എങ്ങനെ വന്നു? ഓട്ടോയില്ല? ഓട്ടോയിലാണോന്ന് അമ്മ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയത്. ഞാനേ എന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് കൊച്ചു വെളുപ്പാങ്കാലത്തെ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് വന്നതാ. അന്നപ്പോൾ എനിക്ക് കണക്കിന് കിട്ടിയല്ലോ. എന്തോടാ അവിടെ ഹായ് അമ്മൂമ്മ, ഇവിടെ അയ്യോ അമ്മൂമ്മ. അയ്യോ അമ്മൂമ്മമാർ. അങ്ങനെ കണ്ടോ വീണ്ടും അയ്യോ 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 അമ്മൂമ്മ. ഒന്ന് മിണ്ടാതെ ചേടി നീ. പാറക്കുട്ടാ, എവിടായിരുന്നു? ഞാൻ സ്കൂളിൽ കഴിഞ്ഞ് ഫ്രഷ് ആവാൻ പോവായിരുന്നു. ഓ, എല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങിയല്ലേ? വലിയ കുട്ടിയായില്ലേ? ഓ, അമ്മമ്മയ്ക്കൊരു ഉമ്മ തന്നേ. ഉമ്മ എന്താ വെച്ചേ? നെയ്യാറ്റിൻകര അമ്മൂമ്മയ്ക്ക് മാത്രമേ ഉമ്മയുള്ളോ? എന്താ ഭവാനി ഇത്? എങ്ങനുമാരാണ് കാണുമ്പോഴേ ചാടി കിടക്കുമല്ലേ? കണ്ടോ ചേച്ചി? കേട്ടോ അവള് പറയുന്നത്? കേട്ടോ അതൊക്കെ വീട് വാ, രണ്ടുപേരും വല്ലതും കഴിക്ക്. വാ, ഇങ്ങോട്ട് പോയിരുന്ന് കഴിക്കാം. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴേ വയറ് നിറഞ്ഞു. കഴിക്കാതെ തന്നെ വയറ് നിറഞ്ഞോ? ഗ്യാസ് കയറിയിട്ടുണ്ടാവും. വാ മക്കളെ, അങ്ങോട്ടിരിക്കാം. ചെല്ല, അപ്പുറത്തോട്ടില്ലേ, ഞാൻ കൊണ്ടുവരാം. ഫുഡ് കൊണ്ടുവരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.